ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ഭയങ്കര ഈസി ആയിട്ടുള്ള പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി റെഡിയാക്കിയാലോ. അപ്പോൾ ഇതെല്ലാവർക്കും എന്താ പറയുക എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ളൊരു കറിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു കുറച്ച് ചിക്കൻ എടുത്തിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല പിന്നെ 1 ടേബിൾ സ്പൂൺ തൈര് പിന്നെ ഒരു ഹാഫ് ലെമൺ പിന്നെ ഒരു ചെറിയ ഗ്രൈൻഡറിൽ നമുക്ക് ഒരു 3-4 വെളുത്തുള്ളി പിന്നെ ഒരു 2 പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഇതെല്ലാം ഒന്ന് എന്താ പറയുക ചതച്ചെടുക്കുക. എന്നിട്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 1.5 ടേബിൾ സ്പൂൺ ഉണ്ടാകും, 3 കൂടി ചതച്ചത്. ഇനി ഇതേ ഗ്രൈൻഡറിൽ തന്നെ നമുക്കൊരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാനൊരു കുറച്ച് നട്ട്സ് ഉണ്ടല്ലോ അത് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടതിന്. നിങ്ങൾക്ക് ആൽമണ്ട് ഉണ്ടെങ്കിൽ ബദാം ഉണ്ടല്ലോ അതുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ നട്ട്സ് മാത്രമേ ഇടുന്നുള്ളൂ. അത് വെള്ളമെല്ലാം ഒന്ന് കളഞ്ഞിട്ട് ഈ തേങ്ങയിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക, നല്ല പേസ്റ്റ് പോലെ. ഇതും അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതും കൂടി ഈ ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഒരു 1.5-2 ടേബിൾ സ്പൂണിൻ്റെ അടുത്തുണ്ടാവും. പിന്നെ ഇതിൽ വേണ്ടത് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഉള്ളി ഫ്രൈ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഞാനിത് ഒരു ഉള്ളി എടുത്തിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് കൈ കൊണ്ടെല്ലാം ഒന്ന് പൊടിച്ചിട്ട് ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതെന്തായാലും ഇടണം, ഇതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. എന്നിട്ടിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. നല്ലോണം ഒന്ന് കൈ കൊണ്ട് അമർത്തി എല്ലായിടത്തും എത്തണം, ചിക്കനെല്ലാം പിടിക്കണം. ഇതൊരു മിനിമം ഒരു 1 ഹവറെങ്കിലും വെക്കണം, എന്നാലും അതിൻ്റെ ഒരു ടേസ്റ്റ് വരും. ഒരു എന്താ പറയുക ഒരു അരമണിക്കൂറെങ്കിലും വെക്കാൻ നോക്കാം. എന്നിട്ട് പാനിലോട്ട് ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം. പിന്നെ ബട്ടർ ഒന്ന് മെൽട്ടാകുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ ക്യൂമിൻ സീഡ് ഉണ്ടല്ലോ, ചെറിയ ജീരകം, അതൊന്നിട്ടിട്ട് പൊട്ടിക്കുക. പിന്നെ അതിന് ശേഷം നമ്മൾ ഈ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചിക്കനിലിട്ടിട്ട് ഒന്ന് ഇളക്കി. ഇത് വളരെ ചെറിയ തീയിൽ വേണം കുക്ക് ചെയ്യാൻ. പിന്നെ കുറച്ച് മല്ലിയില ഇടുന്നുണ്ട്, നേരത്തെ ഇടേണ്ടതായിരുന്നു, മറന്നുകൊണ്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ആ മാരിനേറ്റ് ചെയ്ത പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൽ ഒഴിച്ച് കൊടുക്കുക. കൂടുതൽ വെള്ളമൊന്നും വേണ്ട, ഇതിൽ നിന്ന് തന്നെ വെള്ളം വരും. പിന്നെ ഭയങ്കര ചെറിയ തീയിൽ കുറച്ചധികം നേരം എടുത്തിട്ട് തന്നെ ഇത് കുക്ക് ചെയ്യണം. ചെറിയ തീയിൽ, നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഇതൊന്ന് നമുക്കിനി ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഇതാ ചിക്കനെല്ലാം വെന്തിട്ടുണ്ട്. എല്ലാം ഒന്ന് വെള്ളമെല്ലാം ഒന്ന് കുറേ വറ്റി ഒന്ന് കുറുകി നല്ലോണം ഇതൊരു പെരണ്ടിരിക്കുന്ന ഒരു കറിയായിരിക്കും. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പെല്ലാം ഉണ്ടോ എന്ന് നോക്കുക. പിന്നെ 2 മിനിറ്റ് കൂടി എല്ലാം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി കറിയാണ്. കണ്ടോ, ഒരു 10 മിനിറ്റ് കൊണ്ടാണ് ഉണ്ടാക്കാൻ പറ്റുന്ന അത്ര ഈസി ആയിട്ടുള്ള കറി, എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാം. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും, ബൈ.